ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക് BJP-യുമായുള്ള കൂടിക്കാഴ്ച നിഷേധിക്കുകയാണ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാർ. SDPI-യിൽ ചേർന്നാലും BJP-യിൽ ചേരില്ല. BJP ജില്ലാ പ്രസിഡന്റും മറ്റൊരാളും താൻ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വന്നു, അനുവാദം വാങ്ങാതെയാണ് വീട്ടിലെത്തിയത് എന്നും പത്മകുമാർ 24-നോട് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റും വേറെ ആരാണ്ടും കൂടി ഇവിടെ വന്നു എന്ന് പറയുന്ന കേട്ടു. ഞാൻ SDPI ചേർന്നാലും BJP ചേരുന്ന പ്രശ്നമില്ല എന്ന് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നു പത്തനംതിട്ട. ജയശങ്കർ, എന്താണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്മകുമാർ വിശദീകരിക്കുന്നത്? അദ്ദേഹം ഇല്ലാത്ത സമയത്ത് BJP-യുടെ ജില്ലാ നേതാക്കൾ, പത്തനംതിട്ടയിലെ നേതാക്കൾ വീട്ടിൽ വന്നിട്ട് പോയി എന്നാണോ അദ്ദേഹം പറയുന്നത്? അതായത് അത് തന്നെയാണ് വിജയകുമാർ. താൻ ഇല്ലാത്ത സമയത്ത് BJP-യുടെ ജില്ലാ പ്രസിഡന്റും മറ്റൊരാളും അനുവാദമില്ലാതെ വീട്ടിൽ വന്നു, മുറിയുടെ ചിത്രം ഉൾപ്പെടെ പകർത്തിയെന്നും പത്മകുമാർ പറയുന്നു. ഒപ്പം തന്നെ ഒരിക്കലും താൻ BJP-യിലേക്ക് പോകില്ലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജിനെ അറിയിക്കുന്നതായും പത്മകുമാർ എന്തായാലും ഈ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും BJP-യിലേക്ക് പോകില്ല, CPM-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. SDPI-യിൽ ചേർന്നാൽ പോലും BJP-യിലേക്ക് പോകില്ലെന്ന കടുപ്പിച്ചൊരു നിലപാടാണ് പത്മകുമാർ ആവർത്തിക്കുന്നത്. എന്തായാലും BJP-യും അദ്ദേഹം തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയോ, BJP നേതാക്കളും അദ്ദേഹം തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തത ഇരു കൂട്ടർക്കും മാത്രമാണ്. കാരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും നിലവിൽ പത്മകുമാർ ഈ കൂടിക്കാഴ്ചയുമായുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്നു. പക്ഷേ BJP നേതൃത്വവുമായി നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ പത്മകുമാറിനെ വീട്ടിലെത്തി സന്ദർശിക്കുകയും 15 മിനിറ്റോളം സംസാരിച്ചു എന്നാണ് അവരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ, കൂടിക്കാഴ്ച നടന്നെന്ന് BJP-യും കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് പത്മകുമാറും പറയുകയാണ്. SDPI-യിലേക്ക് പോയാലും BJP-യിലേക്ക് ഇല്ല എന്ന് BJP ജില്ലാ പ്രസിഡന്റിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി പത്മകുമാർ പറയുന്നുണ്ട്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.